രാവിലെ തന്നെ മനോഹരമായ മഴ. ജഗു ട്യൂഷന് പോകാൻ തയ്യാറായി എടുത്ത് നിൽക്കണം. മഴക്കാലമായില്ല, ഇവിടെയും കുട പിടിച്ചു തുടങ്ങി. നിങ്ങളുടെ കുടിലിൻ്റെ ബാക്കിൽ ഗുണാകേവ് പോലൊരു സാധനം കണ്ടില്ലോ എന്ന് പറഞ്ഞു. മുളക് ഇടണം. ഇതിലെവിടെയാ എൻ്റെ കൂടെ പിറപ്പേ? വല്ല ലെമ്പിലും വല്ല മാറാമ്പലും നിൽക്കും. നിന്നേക്കാൾ ഇത്ര പ്രായമുള്ള ഞാൻ കണ്ടല്ലോ, എന്നിട്ട് നിനക്ക് കണ്ണു കണ്ടുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ചീത്ത. അതായത് ചേട്ടന്റെ ചോറ് ഇങ്ങനെ ഉരുട്ടി ഉണ്ണണത് കാണാൻ തന്നെ നല്ല ഭംഗിയാന്ന് പറയും. പഠിക്കാൻ പോവാ. ഇപ്പൊ ജോലി ചേച്ചി ഇത് ഗംഭീരമായി കൂട്ടാനാണ് കേട്ടാ. ഫലിക്കുമെങ്കിൽ ആകട്ടെ, ഇല്ലെങ്കിൽ പോകട്ടെ, ഞാനിപ്പോ പോകട്ടെ. രാവിലെ തന്നെ മനോഹരമായ മഴ. ജഗു ട്യൂഷന് പോകാൻ തയ്യാറായി എടുത്ത് നിൽക്കണം. പട്ടയൊക്കെ വീണു കേട്ടാ, കാറ്റത്ത് പട്ടയൊക്കെ വീണു. നമ്മുടെ കൂടാരത്തിന്റെ അവിടേക്ക് സരിത കാപ്പിയുമായി മന്ദം മന്ദം വരികയാണ്. കാലത്തെ ഈ ഒരു മഴയുടെ വൈബ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആദ്യത്തെ കൂടാരത്തിന്റെ ഉള്ളിൽ ആദ്യത്തെ കാപ്പി കൂടി മഴ കൊണ്ട്. വേനൽ മഴ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അത് രാത്രിയായിരുന്നു അല്ലെ, മിന്നാന്നല്ല, അതിന്റെ തലേദിവസം രാത്രി പെയ്ത. ഞങ്ങള് നേരെ വെളുക്കുമ്പോഴേക്കും മഴയൊക്കെ കഴിഞ്ഞു. ഇതിപ്പോ കാലത്ത് മഴ, നല്ല രസം. അന്തരീക്ഷം തണുത്തു, മഴക്കാലായ പോലെ. ഇന്നലെ വരെ കൊടും ചൂടായിരുന്നു, നേ മറന്നു അല്ലേ? ആ ഞാനവിടെ കാലത്ത് കഞ്ഞിക്ക് ഇത് വെച്ചു. അവിടെ നിന്ന് കാപ്പി കുടിച്ചാൽ മതിയാ? ഇവിടെ നിന്ന് ആദ്യമായിട്ട് ഇവിടെ നിൽക്കും. അപ്പൊ സരിത കൊണ്ടുവന്ന കാപ്പി നോക്കിയ ഇവിടെ എനിക്ക് കാപ്പി തന്നെ തുടങ്ങിയിട്ടാ. ഒരു കാപ്പിയൊക്കെ കുടിക്കാം അല്ലേ, വേറെ യാതൊരു വക ദുശീലങ്ങളും ഇല്ല. അപ്പൊ ഞാൻ പറയാ ചേട്ടനോട്, ചേട്ടൻ ഒരു കാപ്പി കുടിച്ചു ആകെപ്പാടെ. അതും ഇത് അത്ര വലിയ ചിലവരൊക്കെ കുടിക്കണ കാപ്പി ഗ്ലാസ് കാണണം, കപ്പ് വലിയ മഗ്ഗായിരിക്കും. ഇതൊക്കെ കുഞ്ഞേ കപ്പില് കാപ്പി കുടിക്കണം. മഴയും കൊണ്ടിരിക്കാൻ എന്ത് സുഖ. മഴയും കൊണ്ടാ അല്ല, മഴയും കണ്ട് അങ്ങനെ കാണാൻ മാത്രം ഭയങ്കര മഴയൊന്നും പെയ്യണില്ല കേട്ടാ. നമുക്ക് ഷീറ്റ് മിൽക്ക് വെള്ളം വീണാരം ഭയങ്കര സൗണ്ട്. നമ്മളാ ചെടിയുമ്പോ പൂ വിരിഞ്ഞു, വെള്ളപ്പൂവ്. ഈ പൂവ് വിരിഞ്ഞു. പിന്നെ വേറെ പൂ, ഈ പൂ നോക്കിയേ, മൂടിപ്പൂ അന്നേരം പറയുന്നേ അറിയില്ല എന്നിട്ടാണ്. ഭയങ്കര രസമായി പൂ കാണാൻ കേട്ടാ. നോക്കിയേ നല്ല ഭംഗിയ പൂ കാണാൻ അല്ലേ, എന്തൊരു ഭംഗിയത് കാണാൻ. ആ സമയം നമ്മുടെ കടലാസ് റോസ പൂ ഉണ്ടാവണില്ല. നല്ല അടുത്ത പോലെ വേനൽക്കാലത്ത് ഉണ്ടാവുമായിരിക്കും. സജീവൻ ഇത് ഇട്ടിട്ടില്ലേ, അതിന്റെ മുകളിൽ ഒരു സാധനം ആക്കിയിട്ടുണ്ട്, കാണിച്ചരാട്ടാ. ജാതി ഭംഗിയാ കാണാൻ. നമ്മൾ ഓടുമേഞ്ഞതിന് ശേഷം അവൻ ചെയ്തത്. വേറൊരു സാധനം ചെയ്തേക്കണേ. അല്ല ചേട്ടൻ ഒന്നും ചെയ്തിട്ടില്ല. അല്ല ചേട്ടന് ചേച്ചിയുടെ ഏതാണ്ട് പകൽ സമയത്തിന്റെ ഒരു 90% അതുമ്മലാണ് പണിക്ക് പോയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ സമയമൊക്കെ പറമ്പിൽ പണിയെടുക്കാത്ത ടൈമൊക്കെ അവരിയ്ക്കണത് ഫുൾ ടൈം പതുമല. അപ്പൊ അവർക്ക് വർഷകാലത്ത് എന്തൊക്കെ ചെയ്യാലേ, ഇരിക്കാൻ പറ്റില്ല. മോളെന്തായാലും ചെയ്യേണ്ടി വരും. ഇതിനുണ്ട് കാപ്പി മധുരത്തിൽ കൂടുതലാണ് തോന്നി. മഴക്കാലായില്ല, ഇവിടെയും കുട പിടിച്ചു തുടങ്ങി. വെള്ളം കാഞ്ഞു. വർഷകാലത്തെ രസം ഇവിടെ ഇരിക്കാൻ, ചൂടൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട്. നമ്മൾ പിന്നെ വിറക് കുറെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, കാരണം വർഷക്കാലത്ത് നമുക്ക് എത്തിക്കാൻ കുഴപ്പമില്ല. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഫാമിലി, ഒരു അച്ഛൻ, അമ്മ, മകൾ. അവർ കുവൈറ്റിലാണ്. മോള് പഠിക്കണത് ബാംഗ്ലൂരാണ്. അപ്പോൾ മോളുടെ അടുത്ത് പോയിട്ട് മോളെയും കൊണ്ടവര് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിയാ. ഇനി അവര് പാലയിലേക്ക് പോവാണ്. പോണ വഴിക്ക് ഇവിടെ വന്നു. അപ്പൊ അവര് കൊണ്ടുവന്നതാണ് ഈ സാധനം. ഇതെന്തിട്ട് ചെയ്യേണ്ടത് ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, അയ്യോ ഇത് തന്നെ ഒരു വീഡിയോയ്ക്കുള്ള കണ്ടന്റ് ഉണ്ടല്ലോ ഈ സാധനം എന്ന് പറഞ്ഞു. അവർക്ക് തന്നൊരു ഗിഫ്റ്റാണിത്. അപ്പൊ ജഗ്ഗു പറഞ്ഞു, ഞാനിവിടെ ഉണ്ടല്ലോ, അമ്മ എന്തിനാണ് വിഷമിക്കണത്, പ്രൊഫഷണൽ ആയിട്ടുള്ള ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇത് ഉപയോഗിക്കേണ്ടത് എന്തിട്ടൊക്കെയാന്ന് ഇവൻ ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജഗ്ഗു ചെയ്യാൻ പോവാ അല്ലേ? ഏത് അതിലേലത്തേക്ക് പിടിച്ച് നോക്കിയേ. അപ്പൊ നമ്മുടെ അരി വെന്തുണ്ടാവും. ഞാൻ ചോറ് ഊറ്റട്ടേട്ടാ. ഇല്ലേ വെളിച്ചല്ലേ? ആ കുഴപ്പമില്ല. സരിത ചോറ് ഊറ്റിയിട്ട് ഇവിടെ കുറച്ച് പരിപാടികളുണ്ട്. ഇനിയിപ്പോൾ ഇത് എന്തൊരു ചെയ്യാൻ പോണത്?
അത് ജഗ്ഗു നോക്ക് ജഗ്ഗു അത് നോക്കത് എങ്ങനെ പ്രവർത്തിക്കാന്ന് യന്ത്രം. വിക്ടോറിയ സീക്രട്ട് ആണ് അല്ലേ ഇതിന്റെ പേരില്ലേ? ഇത് വന്നിട്ട് എഴുതിയാണ് നോക്കിയത്. ഇതുമല്ല അറബിയിലാണ് എഴുതിയോണ്ടത്. അപ്പുറത്ത് ഇംഗ്ലീഷിലുണ്ടാവും. തല തിരിച്ചു പിടിക്കാണ്ട് ഇങ്ങനെ പിടിക്കും. അയ്യോ ഇപ്പഴാണോ തല തിരിച്ചു പിടിച്ചത്? ഞാൻ പിടിച്ചായിരുന്നു. ചേട്ടൻ എന്നെക്കാളും കണ്ടു നബീൽ അതിന്റെ എന്തോ ഇതിന്റെ പേരാ. തുറക്കട്ടത് ഞാൻ തുറന്നു. ഇതെന്തൊക്കെ സാധനം? അതില് ഉണ്ടാവും ഡയറക്ഷൻ ഫോർ യൂസ് ഉണ്ടാവും. അതായത് ഒരു നമ്മുടെ റൂമിലൊക്കെ ഇങ്ങനെ വെക്കണ ഒരു നല്ല റൂമിന്റെ ഉള്ളിലൊക്കെ ഒരു നല്ലൊരു മണമൊക്കെ വരാനുള്ള ഒരു സാധനമാണ്. റൂം ഫ്രഷ്നർ പോലത്തെ സംഭവമാണ് ഇത്. ഇതിട്ടിട്ട് ഇങ്ങനെ പുക ഇങ്ങനെ വരുന്നതാണിത്. 2030 വരെയുണ്ട് ഒരു കാലാവധി. അതിന്റെ ഉള്ളിലിട്ടിട്ട് ഇങ്ങനെ ഇത് മൂടാൻ തോന്നുന്നുണ്ട്. ഇതിങ്ങനെ മൂടും കേട്ടാ, ഇങ്ങനെ മൂടും. ഇതിന്റെ ഉള്ളിൽ അത് ഇട്ടിട്ട് ഇങ്ങനെ എന്തോ അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പുക ഇങ്ങനെ വരും. അതാണ് സംഭവം. പക്ഷെ അത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ജഗ്ഗു എന്തായാലും യൂട്യൂബിൽ നോക്കി കണ്ടുപിടിക്കട്ടെ. ഭയങ്കര സ്നേഹമുള്ളവരാണ് അവര്. എല്ലാവരും നല്ല സ്നേഹമുള്ളവർ തന്നെയാണ്. അവരൊരു പ്രത്യേകത പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ ഇത് അങ്ങനെ കാണുമ്പോൾ ഫ്ലാറ്റ് കാണാം പണിയുന്നത്. കാണിച്ചു തരാട്ടാ. ഇത് എന്റെ കയ്യിന്റെ നേരെ ഫ്ലാറ്റ് കാണാം. അത് അവിടെ നിന്ന് തെങ്ങും മുരിങ്ങയൊക്കെ നിക്കണേ. ദേ കാണേ, നിനക്ക് കാണില്ല വെച്ചിട്ട് എനിക്ക് കാണാം. ദേ ഫ്ലാറ്റ് തല ദേ നമ്മുടെ അവിടെ കയ്യിന്റെ നേരെ കാണുന്നുണ്ട ഫ്ലാറ്റ്. കണ്ണിന് ഇത്രയും കാഴ്ച ശക്തി ഇല്ലാണ്ടായ. എനിക്ക് കാണാലോ. ദേ കാണുന്നു. നമ്മളന്ന് മറ്റേ പോണ്ടിച്ചേരിയിലേക്ക് ടൂർ പോകുമ്പോ വാളയാറ എവിടെ നിർത്തിയിട്ടിട്ട് ഷാൻചേട്ടൻ ജാതി ചീത്ത എന്നിട്ടാണ് ദേ കൊരങ്ങനെ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണാനില്ല. അതേ ആ തേക്കുമ്പലിക്ക് നോക്കടി. അപ്പൊ ഞാൻ തേക്ക് ഇവിടെ ഒരു കൊരങ്ങനൊരു തേങ്ങ എന്നിട്ട് വെറുതെ കിടന്ന് ചീത്ത പറയും. ഇതുവരെ നിന്നേക്കാൾ ഇത്ര പ്രായമുള്ള ഞാൻ കണ്ടല്ലോ, എന്നിട്ട് നിനക്ക് കണ്ടുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ചീത്ത. അപ്പൊ ഞാൻ ലാസ്റ്റ് ചീത്തയെ കണ്ടിരിക്കാൻ വേണ്ടി കണ്ടു കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ജാതി ചിരി വെറുതെ പറഞ്ഞായിരുന്നു ഷാൻ ചേട്ടൻ. അതുപോലെ ചേട്ടൻ ഇരുന്ന് ഇങ്ങനെ പറയാ ഇവിടെ നോക്കിയിട്ട് കാണാനില്ലേ. എന്റെ കണ്ണ് ഇത്രയ്ക്ക് അടിച്ചു പോയി അഞ്ചു ഞാൻ. അപ്പൊ ആ ഫ്ലാറ്റിലേ അവർക്ക് ഒരു വീട് വാങ്ങിച്ചായിരുന്നു ഒരു ആലോചന. കാരണം നമ്മള് ചേട്ടനെ കാണാൻ വേണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും നമ്മൾ ഇവിടേക്ക് വരാനും കാണാനും വേണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് അവർ പറയാറുണ്ട്. അങ്ങനെ തൃശ്ശൂര് ഭയങ്കര ഇഷ്ടമാണ് ഇത്ര. അപ്പൊ തൃശ്ശൂര് എവിടെയെങ്കിലും ഇവിടെ അടുത്തെങ്ങാനും ഒരു ഫ്ലാറ്റ് ആകുന്ന വാങ്ങിച്ചു കയറും. അപ്പൊ നമുക്ക് ഇടയ്ക്ക് അജുവിന്റെ വീട്ടിലേക്ക് പോകണം തോന്നുമ്പോ പോവാലോ കാണാലോ. ഇവിടെ തൊട്ടടുത്തല്ലോ, 300 മീറ്റർ ദൂരമുള്ളൂ ആ ഫ്ലാറ്റിലേക്ക്. പണി കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മള് ചെയ്യാൻ പോണത് വെച്ചിട്ടുണ്ടെങ്കിൽ ജഗു അത് നോക്കിയിരിക്കട്ടെ. അപ്പൊ നമ്മളിന്നേ ചെയ്യാൻ പോണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഖത്തറിലുള്ള ജ്യോതി ചേച്ചിയുണ്ട്. നമുക്ക് മുളക് വറുത്ത പുളി എന്ന് പറഞ്ഞിട്ട് ഒരു പാലക്കാടൻ തനതായ വിഭവം നമുക്ക് പരിചയപ്പെടുത്തി 3 കൊല്ലം മുമ്പൊക്കെയാണ്. ചേച്ചി ഇപ്പോൾ ഹൈദരാബാദിലാണ്. അപ്പോൾ ആള് നമ്മുടെ 2-3 വീഡിയോയിൽ മുരിങ്ങക്കായ പായസം, പിന്നെ മുരിങ്ങയുടെ ഉള്ളിലത്തെ കാമ്പൗണ്ട് തന്നെ ഒരു ഇതുണ്ടാക്കില്ലേ, ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ആള് പറഞ്ഞു തനി പാലക്കാടിന്റെ തനതായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഉപ്പേരി ഇല ഉണ്ട്. അത് ആള് പറഞ്ഞത് നമുക്ക് അത് നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു. സിമ്പിൾ സാധനമാണ്. അപ്പോൾ ഞങ്ങള് അത് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ ഉച്ചഭക്ഷണം കംപ്ലീറ്റ് പാലക്കാടനാണ്. ചോറ് മാത്രം പാലക്കാടൻ മട്ടയാണോ? പാലക്കാട് മട്ട തന്നെയുണ്ട്. അപ്പൊ അതും പാലക്കാട്. അപ്പൊ മൊത്തം ഞങ്ങളിന്ന് പാലക്കാട് ഒരു മുളക് വറുത്ത പുളിയും പാലക്കാട് വർത്താനം വേണം. അത് അവൻ പറയേണ്ടി വരും. എനിക്കറിയില്ല പറയാൻ. എനിക്ക് പാലക്കാട് വർത്താനം പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. എനിക്ക് വലിയ ജഗു പറഞ്ഞ പാലക്കാടൻ ഭാഷ അതാണ്. അപ്പൊ വർത്താനത്തില് മാത്രം പോയി പാലക്കാട്. ബാക്കി എല്ലാ കാര്യത്തിലും പാലക്കാട് കിട്ടുന്നത് നോക്കിക്കോ. അതെ. അപ്പൊ നമ്മള് സരിതര ചോറ് കൂട്ടിൽ കഴിഞ്ഞാൽ നമ്മള് ആ പാലക്കാടൻ മുരിങ്ങയില, തനതായ മുരിങ്ങയില ഉപ്പേരി, മുളക് വറുത്ത പുളി, അതിന്റെ പപ്പടം, ചുട്ട പപ്പടം, ഇത് കൂട്ടിയിട്ടാണ് നമ്മൾ ചോറിനാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് വെച്ച് നോക്കി കഴിഞ്ഞിട്ട് ഇന്ന് മഴ പെയ്ത് ഇപ്പതേ വെയിലായി തുടങ്ങിട്ടാ. വെയിലായി തുടങ്ങി, ചൂടായി തുടങ്ങി. അപ്പൊ നമ്മുടെ സഹോദരന്റെ ആ ചോറ്
ഇതൊക്കെ കൂട്ടി കുഴച്ചിട്ട് അതായത് ചേട്ടന്റെ ചോറ് ഇങ്ങനെ ഉരുട്ടി ഉണ്ണണത് കാണാൻ തന്നെ നല്ല ഭംഗിയാന്ന് പറയും, എല്ലാവരും പറയാറുണ്ട്. അപ്പൊ അത് കാണണം എന്നാ പറഞ്ഞേക്കണ ആൾക്ക്, ഇതൊക്കെ കൂട്ടി ചേർത്തിട്ടുള്ള ചോറുണ്ണല് ഉരുട്ടി ഉരുട്ടി ഇത് കഴിക്കുന്നത്. അജു സഹോദരൻ പറയാ, ചേട്ടൻ അജു സഹോദരൻ വിളിക്കുക. കൊറേ പേരുണ്ട് കേട്ടാ, കൊറേ ചേച്ചിമാര് നമ്മളെ നന്നായി പാട്ടൊക്കെ പാടും. ആളിങ്ങനെ പാട്ടൊക്കെ പാടി അയച്ചു എനിക്ക്. ആളെപ്പോഴെങ്കിലും നാട്ടിലേക്ക് വരുമ്പോ, ഇപ്പൊ ആൾക്ക് വയ്യാണ്ടിരിക്കുക, നാട്ടിൽ വരുമ്പോ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വരെ പാചകമൊക്കെ ചെയ്യിപ്പിക്കാം. പാലക്കാടിന്റെ കൊറേ സാധനങ്ങളുണ്ടെന്ന് ആൾക്കറിയാവുന്നത്. തുറന്നപ്പോ നല്ല മണം വരുന്നുണ്ടല്ലേ. അതല്ലേ ചേട്ടാ, അതെ അവന്റെ കയ്യിലത്തെ നോക്ക്. എന്തൊരു ബെസ്റ്റ് മണാ. അപ്പൊ നമ്മുടെ മുളക് വറുത്തപ്പൊടിയും പിന്നെ മുരിങ്ങാര ഉപ്പേരിയും കൂടി വെക്കാൻ പോവാണ്. അതിന് മുന്നേ നമ്മുടെ അതിലേക്ക് പ്രധാനമായിട്ടും വേണ്ട ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ചുമന്നുള്ളി. വെച്ചിട്ടുണ്ട്, അരിയാണ്. അപ്പളേ നാളെ നമ്മുടെ വീഡിയോയിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു, നിങ്ങളുടെ കുടിലിന്റെ ബാക്കില് ഗുണാകേവ് പോലൊരു സാധനം കണ്ടല്ലോ എന്ന് പറഞ്ഞു. ഒരു ഗ്രില്ലൊക്കെ ഇട്ടിട്ടിപ്പോൾ കണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് മുന്നേ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, ഇപ്പോഴാണ് പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറയാൻ പറഞ്ഞു. മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, പുതിയ ആളുകൾക്ക് അറിയാത്തത്. ഇത് വലിയൊരു വിശാലമായ പറമ്പാണ്, ഒരു 3-4 ഏക്കർ പറമ്പാണ്. കാലങ്ങളായിട്ട് ഇങ്ങനെ വെറുതെ കിടക്കുന്നത്. ഇവിടെ ആൾ താമസം കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇതിൻ്റെ ഈ സൈഡിൽ നമ്മുടെ അതിർത്തിയോട് ചേർന്നിട്ട് വലിയൊരു കിണറോ അല്ല കുളമല്ലാത്ത പോലത്തെ ഒരു സാധനമുണ്ട്. ഭീകരമായിട്ടൊരു സാധനമാണ് കണ്ട. അപ്പോൾ ഇതിന് ഞങ്ങൾ അപ്പുറത്തേക്ക് കാണുമ്പോൾ പേടി തോന്നും. അപ്പോൾ ആ പേടി തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ അടുത്ത് ആളുകൾ പറഞ്ഞിട്ട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ പറഞ്ഞിട്ട് ഇവിടെ ഗ്രില്ലിട്ടത്. കട ഇങ്ങനെ ഗ്രില്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോളിൽ ഇത് പൊളിച്ചത് സാധനം കൊണ്ടുവന്ന് ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടു. അപ്പോൾ ഒരു തടസ്സമായി കണ്ട, ഒരു സെക്യൂരിറ്റി. ഇതിലൊരാൾ മരിച്ചിട്ടുണ്ട്. ഒരു ദിവസം അയ്യോ ഇതിലൊരാൾ മരിച്ചിട്ടുണ്ട്. ഒരു 5-6 കൊല്ലം മുമ്പ് മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് അറിഞ്ഞേ, ബോഡി പൊന്തിയപ്പോ. അപ്പോഴാണ് അറിഞ്ഞത്. അവിടത്തെ വീട്ടിലത്തെ ചേട്ടനായിരുന്നു, അവിടെ ഉള്ള വീട്ടിലത്തെ ചേട്ടൻ ഇവിടെ വന്ന് മരിച്ചു കിടക്കും. ആ സമയത്ത് ഇവിടെ മറ്റേ മരക്കമ്പനികളിലത്തെ ഉള്ളവര് പണിക്കാര് ഇതിന്ന് വെള്ളം ഉപയോഗിച്ചു തുടങ്ങി. അപ്പൊ അവര് അതുകൊണ്ട് ഈ കിണറിന്റെ അവിടേക്ക് വന്നേ. അല്ലെങ്കിൽ അറിയില്ല, മണം എടുക്കുമ്പോഴാവും നമ്മളാവും അറിയാം. അന്ന് വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ വന്നപ്പോ ഇത് ബോഡി പൊന്തി 3 ദിവസത്തിപ്പോ. ഈ കിണറ് കുത്തിക്കൊണ്ടിരുന്നത് 1982 ആ സമയത്താണ് കുത്തിക്കൊണ്ടിരുന്നത്. ഓ, എന്റെ പ്രായമാണോ അപ്പൊ ഈ കിണറിന്? അപ്പൊ ഇത് കുത്തി വെള്ളം കണ്ടെത്താണ്ടായി, അല്ല വെള്ളം കിട്ടാണ്ടായി. വെള്ളം കിട്ടാണ്ടായിപ്പോ എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ പാറ കണ്ടമാനുണ്ടായിരുന്നു. പാറ പൊട്ടിക്കാനുള്ള ആളുകൾ വന്നു. പൊന്നൂക്കരെന്ന് വാസേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ വന്നിട്ടുണ്ടായിരുന്നു. ആൾക്ക് കൂടെ ഒരു നായി ഉണ്ടായിരുന്നു, കില്ലർ എന്ന് പറഞ്ഞിട്ടൊരു നാടൻ നായി ഉണ്ടായിരുന്നു, കില്ലർ. എന്നിട്ട് ആള് പാറ പൊട്ടിക്കൽ തുടങ്ങി. ഇത് പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ഇത്രയ്ക്ക് വലിപ്പം ഉണ്ടായിരുന്നില്ല. ഏകദേശം കിണർ പോലെ അത്രയ്ക്ക് വലിപ്പത്തിലാണ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ പാറ പൊട്ടിച്ചിട്ട് എത്ര വെടിയാണ്ട്, ഒരു 5 വെടി 6 വെടിയാണ്ട് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലത്തെ 5 വെടിയാണ്ട് പൊട്ടി, പിന്നെ ഒരു വെടി പൊട്ടിയിട്ടില്ല. അപ്പോൾ അന്നത്തെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിറയെ ഓലകളും അതൊക്കെ ഇടും. ആളുകളോട് വെടിയെന്ന് പറഞ്ഞിട്ട് ഇവർ ഓടിയിടുമ്പോൾ ഈ പ്രദേശത്തുള്ളവർ ഇവിടെ ആളുകളില്ല, ആളുകൾക്ക് ഓടി മാറണം. കാരണം ഈ പാറക്കല്ല് ഇതിന് തെറിച്ച് എവിടേക്ക് വരാന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിലൊരു ഭീകരമായ ഒരു ബോംബല്ല പൊട്ടുന്നത്. അപ്പോൾ 5 വെടി കഴിഞ്ഞപ്പോൾ ഒരു വെടി പൊട്ടാണ്ടായിപ്പോൾ ആള് സാധാരണ പോലെ ഇറങ്ങി ഇത് ഇത്തിരി അടിയിലേക്ക് എത്തി പിടിക്കും, ബൂന്നൊരു പൊട്ടൽ പൊട്ടി. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല, ആൾക്കൊന്നും പറ്റിയില്ല. പാറ അങ്ങനെ പൊട്ടി. എന്നിട്ട് അപ്പൊ കില്ലർ എന്ന് പറഞ്ഞ നായനെ ആള് ഇവിടുത്തെ പാറ പൊട്ടിക്കലും അവിടുത്തെ പാറ പൊട്ടിക്കലും അതെ ജഗ്ഗു അത് കത്തിച്ചു. ഇങ്ങോട്ട് എവിടേക്ക് കൊണ്ടു നോക്കി, ഇവിടെ ആക്കി അപ്പൊ നമ്മുടെ പറഞ്ഞു നിർത്തിയ അങ്ങനെ ആ ചേട്ടൻ ഇറങ്ങി. ആള് രക്ഷപ്പെട്ടു, കുഴപ്പമുണ്ടായില്ല, ഒന്നും പറ്റിയില്ല. ഇവിടെ ചുറ്റുവട്ടത്തൊക്കെ പാറ പൊട്ടിയിലൊക്കെ ബിജുമേനോൻ മറ്റേ ഇതില് മറവത്തൂർ കനവിലുണ്ടായില്ലേ, എന്നിട്ടല്ലേ മമ്മൂട്ടി വരുന്നത്. പലർക്കും പറ്റിയിട്ടുണ്ട്. തൃശ്ശൂർ പൂരം വെടിക്കെട്ടിന് ആ കരാറുകാരൻ ഇങ്ങനെ പൊട്ടാണ്ടായിപ്പോ തലത്ത് ചോദിക്കുമ്പോ തലേനെയും കൊണ്ട് ഇവിടുത്തെ തെറിച്ച് കൊണ്ടുപോയില്ലേ.
തല പോയി എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പല അബദ്ധങ്ങളും പലർക്കും പറ്റാറുണ്ട്. അപ്പോൾ വാസേട്ടൻ ഈ ചുറ്റുവട്ടത്തെ പാറ പൊട്ടികളുടെ കിണറിൻ്റെ ഉള്ളിലത്തെ പാറ പൊട്ടികളുടെ കരാറുകളൊക്കെ ഏറ്റെടുത്ത് ഇവിടുത്തെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ആ കില്ലറിനെ നമുക്ക് തന്നു, നായനെ. ആ നായ ഒരു നാടൻ നായിന്. അതിനിവിടെ അത് നമ്മളെ നല്ല പരിചയമായി. അപ്പൊ കില്ലറിനെ ഇവിടെ തന്നു. കില്ലറിനാണ് പേര്, നാടൻ നായ. കില്ലർ അവസാനം ഒരു ചരമുട്ടി പോലെ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് അതാണ് ചത്ത്. അത് പറയാ, അത് പോട്ടെ. അപ്പൊ ഇല്ല, പാറ പൊട്ടിച്ചിട്ട് വെള്ളം കാണാണ്ടായി. വെള്ളം കാണാണ്ടായി. കിണറ് ഇത്രയും വലിപ്പമായി. ഇപ്പൊ പിന്നെ എന്താ ചെയ്യോ ഇവര് പാറ പൊട്ടിച്ചപ്പോഴാണോ കിണർ ഇടിഞ്ഞിട്ട് അങ്ങനെ വലിപ്പം കൂടി വന്നു. ഇടിഞ്ഞിട്ട് പിന്നെ പള്ളിയിലത്തെ അച്ഛൻ വന്നു. വന്നിട്ട് ദവിടെ നോക്കിയേ, എൻ്റെ കൈയിൻ്റെ നേരെ കാണാം ഒരു കുരിശ് വരച്ചു പോണത്. കുരിശ് അവിടെ അച്ഛൻ ഒരു കുരിശ് വരയ്ക്കാൻ പറഞ്ഞു. കാണുമെന്ന് അറിയില്ല. എൻ്റെ വിരലിന്റെ നേരെ കുരിശ് ഒരു ഇത്രക്ക് വലിപ്പത്തില് ഒരു കുരിശ് കാണാം. ആ കുരിശ് അച്ഛൻ വരപ്പിച്ചു. അവിടെ താഴ്ചയിലാക്കിട്ട് കൊത്തിയിട്ട് ആ ഭാഗം താത്തിയിട്ട് അവിടെ കുരിശ് വരച്ചിട്ട് അവിടെ നിന്ന് താത്താൻ പറഞ്ഞു. അവിടെ നിന്ന് താത്തി കഴിഞ്ഞപ്പോ പിന്നെ വെള്ളമായി. പിന്നെ വെള്ളം പിന്നെ കുഴക്കിണറടിച്ചു. വെള്ളം അത്രയ്ക്കിനകത്തില്ലേ, കുഴക്കിണറടിച്ചപ്പോ വെള്ളം അതിന്റെ ഉയരത്തിലെ ചീറ്റി കിടന്നു. തൃശ്ശൂപുരത്തിന്റെ അന്നായിരുന്നു ചീറ്റി കിടന്നത്. തൃശ്ശൂപുരത്തിന്റെ അമിട്ട് പോട്ടിനേക്കാളും ഇവിടെയാണ് വെള്ളം. നമ്മൾ ആദ്യമായിട്ട് കുഴക്കിണറിൽ വെള്ളം ഇങ്ങനെ ചീറ്റി പോണത് ഭയങ്കരമായിട്ട് മേശപ്പൂ ചീറ്റുന്ന പോലെ ഇങ്ങോട്ട് ചീറ്റി പോണത് ഇവിടെയാണ് കണ്ടത്. അങ്ങനെ ഇപ്പോൾ ആ കുരിശ് നോക്കി 1980 ചിലറിൽ കണ്ടുള്ള കുരിശ് അതാണ്. അന്ന് ഇപ്പോഴും അങ്ങയുടെ കുരിശ് വെള്ളം ഇപ്പോഴും ഉണ്ട് ഇതില്. അങ്ങനെ ഒരു ചരിത്രം ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗുണാക്കേവ് പോലെ ഇതിന്റെ ഏരിയ അതിലേക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഒരു പ്രത്യേക ഒരു വൈബാണ് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ. അതാണ് നമ്മള് കുരിശ് കാണാൻ പറ്റില്ലേ. നമ്മളൊരു ആമേനയിലിട്ടുണ്ടായിരുന്നല്ലോ ചേട്ടാ. ഇത് മേച്ചേരിക്കാരുടെ സ്ഥലമാണ് കേട്ടോ. നമ്മളിതിനെ കുറിച്ച് വിശേഷിച്ച് സരിത ഇത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉള്ളി. അപ്പൊ ഇതൊക്കെ ഒരു 10-40 കൊല്ലം മുമ്പുള്ള കാര്യമാണ് പറയുന്നത് കേട്ടാ. കൃത്യമായിട്ടുള്ള കണക്ക് പറയാതെ കൊല്ലം കിട്ടാത്ത കാരണം ഞാൻ അങ്ങനെ അല്ല, ഞാനൊരു സമാധാനമായിട്ട് പറഞ്ഞത് 82, 83, 84 ആ സമയത്താണ്. കൃത്യമായിട്ടുള്ള കാലഘട്ടം എനിക്ക് ഓർമ്മയില്ലെന്ന് പറയുന്നത്. ഇപ്പോഴും ഇതിന്റെ അല്ലേ ഒരു ഗൾഫ് മണം. ഗൾഫുകാര് വരുമ്പോ ഈ മണായിരിക്കും അവരെ, അല്ലേ ചേട്ടാ? ചേട്ടാ ഒന്നും ചെയ്യണ്ട. ചേട്ടാ വേണേ മുരിങ്ങയില പൊട്ടിച്ച് നന്നാക്കൽ ഞാൻ ചെയ്യാം. മുരിങ്ങയില പൊട്ടിക്കുക, കഴുകുക, അല്ല പൊട്ടിക്കുക, നന്നാക്കുക, കഴുകുക. അപ്പൊ സരി നന്നാക്കട്ടെ, ജഗ് പോകൊള്ളട്ടെ, ഞാനിങ്ങോട്ട് പോട്ടെ. മഹാഭാരതത്തിൽ ഞാൻ കമ്പരാമായണം എന്ന് പറഞ്ഞ രാമായണം പണ്ട് വായിച്ചിട്ടുണ്ട്. അതില് രാവണൻ ശ്രീരാമനോട് തോറ്റിട്ട് ക്ഷീണിച്ചു. രാവണൻ ആദ്യത്തെ ദിവസം യുദ്ധം ചെയ്ത് അങ്ങോട്ട് ക്ഷീണിച്ചു. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. തെറ്റുണ്ടെങ്കിൽ തിരിച്ചൊന്ന് പറഞ്ഞോളൂ. വീടിന്റെ ഉള്ളിൽ കൊണ്ടോ മണം, വീടിന്റെ ഉള്ളിലാകെ പരക്കട്ടെ. അപ്പൊ ഞാൻ പറയട്ടെ. അപ്പൊ ഈ ശ്രീരാമനോട് ആദ്യത്തെ ദിവസം യുദ്ധം ചെയ്ത് രാവണൻ ക്ഷീണിതനായി. അപ്പോൾ യുദ്ധത്തിൽ കുറേ നിയമങ്ങളുണ്ടല്ലോ. അത് ക്ഷീണിച്ച ആളെ ഒന്നും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നിരായുധനായ ആളെ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട്. ചിലരതൊന്നും പാലിക്കാറില്ല, വെച്ച് കാച്ചി കളയും. അപ്പോൾ ശ്രീരാമൻ രാവണനോട് പറഞ്ഞു, ഇപ്പോൾ നീ ക്ഷീണിച്ചിരിക്കുകയാണ്, നാളെ ഉന്മേഷത്തോടു കൂടി വരാൻ പറയുന്നത്. അങ്ങനെ രാവണൻ ഭയങ്കര ക്ഷീണിതനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ രാവണൻ്റെ അമ്മാവനാണ് ഉണ്ടെന്നുണ്ട്, പാതാള രാവണൻ. പാതാളത്തിലാണ് ആൾ താമസം. പാതാളത്തിൽ നിന്നാണ് പാതാള രാവണൻ ആട് വന്നു. തെറ്റുണ്ടെങ്കിൽ തിരുത്തി പറയണം കേട്ടോ. എനിക്ക് എൻ്റെ ചെറിയൊരു ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുന്നതാണ്. പാതാള രാവണൻ വന്നിട്ട് രാവണനായിട്ട് സംസാരിച്ചു. എന്നിട്ട് പാതാള രാവണൻ പറയുന്നത്, ആകട്ടെ ഞാനിപ്പോൾ പോകട്ടെ, ഫലിക്കുമെങ്കിൽ ആകട്ടെ, ഇല്ലെങ്കിൽ പോകട്ടെ, ഞാനിപ്പോൾ പോകട്ടെ. എന്തോ ഒരു ഉപദേശം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാനിപ്പോ ഈ വർത്താനം പറഞ്ഞിട്ട് ഇല്ല, ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞില്ലേ, ജഗു അത് പോകട്ടെ, സരിത ഉള്ളിയിരിട്ടെ, ഞാനിപ്പോ പോകട്ടെ, അതാണ് ഞാൻ പറഞ്ഞത്. ചേട്ടൊരു സംഭവട്ടാ. നമുക്ക് വല്ല വാഴല പൊട്ടിക്കാൻ പോകുന്നേ, മുരിങ്ങല പൊട്ടിക്കാൻ പോകും, തല തിരിഞ്ഞുകൊണ്ട്. അപ്പൊ നമ്മള് ജ്യോതി ചേച്ചിയുടെ മുളക് വറുത്ത പുളിയാണ് ആദ്യം ഉണ്ടാക്കുന്നത്.
പാലക്കാടൻ സാധനം. അപ്പോൾ നമ്മൾ ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചു, തീ കത്തിച്ചു, അരിക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു കേട്ടോ. വെളിച്ചെണ്ണ ഒരു 3-4 ടീസ്പൂൺ ഒഴിച്ചു. സരിതരികെ 10 ഉലുവ. 10 ഉലുവ എണ്ണിയെടുക്കണം പറയല്. അത് ചിലപ്പോൾ അവരെ ഒരു രീതിയായിരിക്കും. അതല്ല, അത് ആളിങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് അളവ് കറക്റ്റായി അറിയാൻ വേണ്ടിയിട്ടേ പറഞ്ഞു തരുന്നതാണ്. ഇടാല്ലേ, കടുക് ഇടാല്ലേ? പൊട്ടാണി പൊട്ടട്ടെ. പൊട്ടിയില്ലെങ്കിൽ പൊട്ടില്ല, കുറച്ചും പൊട്ടിയോളൂ. കടുക് ഇടണം ഇവിടെ എനിക്ക്. കടുക് കുറച്ചിട്ടുള്ളൂന്ന് തോന്നുന്നു ചേട്ടൻ. പൊട്ടു മതിയല്ലേ? മതി, കുഴപ്പമില്ല. വെളിച്ചെണ്ണ ചൂടാണല്ലോ അല്ലേ? തീ നെയ്യാത്തുണ്ട് ഇപ്പോൾ. ചേട്ടൻ എന്താ സ്റ്റൂളും ഇരിക്കാത്തേ? എനിക്കെന്തോ ചൂടി ചെയ്തിട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്. എനിക്ക് രസം. അതെ, പൊട്ടി തുടങ്ങി. ഇതേ 10 ഉലുവ ഇടണം കേട്ടോ. കടുക് പൊട്ടി കഴിഞ്ഞാൽ ഉലുവ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വറ്റൽമുളക് ഇടണം. കരിയിൽ ഇനി ഉള്ളി ഇട്ടൂടാ. ഉള്ളി ഇടണം കേട്ടോ. അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ഇടണം. ഉള്ളി ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇട്ടു. പച്ചമുളക് കൂട്ടോ? പച്ചമുളക് ഒരു 5-6 കയറിയിട്ടുണ്ട്. വെളിച്ചെണ്ണ ഉണ്ട്. വേണമെങ്കിൽ ഒരു പൊട്ടും കൂടി ഒഴിക്കാം വേണമെങ്കിൽ അല്ലേ? എല്ലാ ജില്ലക്കാർക്കും ഉണ്ടാവല്ലോ ഓരോ ടൈപ്പ് കറികൾ, അവരുടെ സ്പെഷ്യൽ സാധനങ്ങൾ. തൃശ്ശൂർ ജില്ലക്കാണ് കുറവെന്ന് തോന്നുന്നു. അതെ, തൃശ്ശൂർ ജില്ലക്ക് കുറവ്. തൃശ്ശൂർക്കാർക്ക് മെയിനായിട്ട് കുത്തിപ്പൊടി. എല്ലാ സാധനങ്ങളും കുത്തിപ്പൊടിക്കുക, കുത്തിപ്പൊടിച്ച് കാച്ച. അപ്പോൾ പുളിയില്ലേ, കോൽപ്പുളി പിഴിഞ്ഞ് ഒരു പിടി അല്ല, ഒരു വലിയ ഉരുള കോൽപ്പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്തോരം ഗ്ലാസ്സിൽ വെച്ചാണ് വെള്ളം? അത്ര വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടാവില്ലേ? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. ബെസ്റ്റ് കൂട്ടാനത്. വയറിനൊന്നും കുഴപ്പം വലിയ ടൈ സാധനം. വാടാൻ കുറച്ച് സമയം പിടിക്കട്ടെ. അപ്പം നമ്മുടെ ഉള്ളി, മിളക്, വേപ്പില, കടുക് ഒക്കെ വാടി തളർന്നു കേട്ടോ. മൊരിയണ്ട, വാടി തളരുക. അപ്പോൾ നമ്മൾ ഈ കലക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിക്കുന്നു കേട്ടോ അരിക്ക്. അതിൻ്റെ അടിയിൽ കൊറ്റനുണ്ട് കേട്ടാ. കൊറ്റൻ നമ്മൾ ഒന്നും ചെയ്യില്ല. നമ്മൾ കൊറ്റെന്ന് പറയുന്നത് ആട്ടുമുട്ടനെ പറയാം കൊറ്റൻ. കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കേട്ടാ. മതി. അധികം തോന്നുന്നുണ്ട് വെള്ളം ഇത്രയ്ക്ക് അധികം ഒഴിച്ചാ അത് കുറച്ച് സമയം തിളക്കണം. ആ പുളിയുടെ കുത്തുപോകാൻ തിളക്കണം. ഉപ്പിട്ടോ? കല്ലുപ്പിടുന്നു കേട്ടാ. അയ്യോ, അധികമാവോ ചേട്ടാ? ഒരിക്കലും അധികമാവില്ല. പുളിയുള്ളതല്ലേ, കുഴപ്പമുണ്ടാവില്ല. നന്നായി കിടന്ന് തിളക്കട്ടെ. പുളിയുടെ കുത്തൊക്കെ പോട്ടെ. ഇനി അപ്പം നമുക്ക് മുരിങ്ങയില പൊട്ടിക്കാം. പാലക്കാടുള്ളവർക്ക് ഇതൊരു വികാരമാണ് അല്ലേ, മുളക് വറുത്ത പുളി എന്ന് പറയുന്നത്. സ്പീഡിൽ ഉണ്ടാക്കാനും കഴിയും, അല്ല ചോറ് ഉണ്ണാൻ പറ്റും. സ്പീഡിലുണ്ടാക്കാൻ കഴിയില്ല. പുളി വറ്റണ്ട. പുളി വറ്റൊന്നും വേണ്ട, കുറച്ച് സമയം തിളക്കണം. അല്ല, കുറെ പണിയിലാന്ന്. ഉള്ളി തിരിയണം, അത്ര ഉള്ളു പണി. വേറെ ബെസ്റ്റ് കൂട്ടാനാ, ചോറിന് ബെസ്റ്റ് സാധനം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങയില പൊട്ടിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ മുരിങ്ങയില ഇപ്പം മഴ പെയ്തു തുടങ്ങി കഴിഞ്ഞാൽ ഈ കർക്കിടക മാസമാകുമ്പോൾ പിന്നെ മുരിങ്ങയില ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ പരമാവധി മുരിങ്ങയില, അയ്യോ കൈ പൊള്ളണു. വെയിലിൻ്റെ ചൂട് കേട്ടാ. വെയിലിന് നല്ല ചൂടുണ്ടല്ലേ. ചള്ള് മുരിങ്ങയില പറഞ്ഞിട്ടുണ്ടാ? ചള്ളാണേ നല്ലത്. ചള്ള് എന്ന് പറഞ്ഞാൽ മൂപ്പ് പറഞ്ഞ സാധനത്തിന് കേട്ടാ. ചിലർ ചള്ള് എന്ന് പറയുമ്പോൾ വേറെ കുറച്ചും കൂടി എടുക്കാം അല്ലേ? നോക്കിയറി ഇത്രയ്ക്ക് മതിയാ? അത് ഇത്തിരിയല്ലോ, കുറച്ചും കൂടി എടുക്കാം. നമുക്ക് മുരിങ്ങയില ഇഷ്ടം പോലെയാ. മുരിങ്ങയില അധികമുള്ളവർക്ക് അതിൻ്റെ വാല്യൂ ഇല്ല. കിട്ടാത്തവരെ കാര്യമാണ് ഭയങ്കരം. ഇഷ്ടം പോലെ മുരിങ്ങയില. ഇനി ഇതിൻ്റെ ഇലയൊക്കെ വിടർത്തുന്ന ഒരു പണി സരിതയ്ക്ക്. സിമ്പിളാണ് അത് കേട്ടോ. നമ്മുടെ മുളക് വറുത്ത പുളി തിളച്ചുകൊണ്ടിരിക്കുന്നു. വറ്റട്ടെ. ഇവിടെ ഇല നുള്ളുന്നു. ഞാനും വേണമെങ്കിൽ നുള്ളാം. ഇതിങ്ങനെ ഓരോന്നോരോന്നുള്ളി കഴിയുമ്പോൾ എന്നാവും? അതുമേ മാറാമ്പലുണ്ടോ നോക്കട്ടാ. കണ്ണാട ചേട്ടൻ താങ്ങി മാറാമ്പലിന്നില്ല. ചിലരെന്നിട്ട് ചെയ്യാന്നറിയോ, ഈ മുരിങ്ങയില ഇങ്ങനെയുണ്ട് കുറച്ച് സമയം പൊട്ടിച്ചിട്ട് ഞാൻ കണ്ടു വയ്ക്കും. എന്നിട്ട് നോക്കിയാ ഇല തന്നെ കൊഴിഞ്ഞു പോരും. പക്ഷെ അതിന്റെ പോഷകാംശം പോവും തോന്നും. കുറെ നേരം ഒരു ഡ്രൈ ഉണങ്ങിയ പോലെയല്ലേ, അങ്ങനത്തെ ഒരു കുഴപ്പം വരും. ഇല്ലില്ല, പോഷകാംശം ഒന്നും പോലും. അതിപ്പോ എങ്ങനെയാലും വാട്ടുമ്പോഴത്തെ വെള്ളത്തിന്റെ അംശം പോലേ. അങ്ങനെ ഒരു ഫ്രഷ്നെസ് ഇതേ കണ്ട, ഇതിങ്ങനെ ഇരിക്കും മടങ്ങിയിട്ട്. ഇതിന്റെ ഉള്ളില് കണ്ട മാറാമ്പല കണ്ട ചെലന്തി ഉണ്ടാവും, അതിന്റെ ഉള്ളിൽ കുഞ്ഞിതുണ്ടാവും. അതാണ് ഞാൻ പറയണ, കണ്ണാട വെച്ചിട്ട് നോക്ക് ചേട്ടാ. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത്
കാണില്ല. ഞാൻ ഇല ചൂണ്ടത് നോക്കുന്നുണ്ട്. ഇല ചൂണ്ടത് ഇതിങ്ങനെ നോക്കിയത് അങ്ങനെ നോക്കിയാ കാണില്ല ചേട്ടാ. അങ്ങനെ നോക്കിയാ കാണില്ല. എനിക്ക് വിട്ടു തന്നിരിക്കുന്നു. ഇല നോണ്ടാനുള്ള അവകാശം അത്രയും പോലും നോക്കില്ലാന്ന്. ഇതിലെവിടെയാ എന്റെ കൂടെ പറപ്പേ ഇതുള്ള നോക്കിയേ. വല്ല ഇലമ്പിലും വല്ല മാറാമ്പലും നോക്കിയ വല്ല ഇല ചൂണ്ടുണ്ടോ നോക്ക്. അല്ല, ഒറ്റ നോട്ടത്തിൽ കാണില്ല. ചിലപ്പോ ഉണ്ടാവില്ലായിരിക്കും, പ്രത്യക്ഷത്തിൽ കാണില്ല. ആ ചിലപ്പോ ഇല്ലായിരിക്കും. ചേട്ടൻ പറയണത് ശരിയായിരിക്കും, അത് ഉണ്ടാവില്ല. എന്നാലും നമ്മളിങ്ങനെ നോക്കുമ്പോഴേ ചാർലി. ആ പിന്നെ നമ്മുടെ നായിക്ക് പേരിട്ടുട്ടാ. പേര് ആരെ പറഞ്ഞ പേര്? അയ്യോ, പേര് ആരാ പറഞ്ഞോ? ഞാൻ ആ കമന്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണ്ടായിരുന്നു. എടുത്ത് വെക്കാം. പേളി എന്നാണ് പേരിട്ട. പേളി, ചാർലി പേളി. മെച്ചല്ലേ? പാ വെച്ചിട്ടുള്ള പേര് വേണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടാ ഏത് പേരാ വിചാരിച്ചേ? അന്നത്തെ പോലെ വല്ല പല്ല് തെറിച്ച് പോണ പോലത്തെ വല്ല പേര് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ പേര് വിചാരിച്ചിട്ടില്ല. ആ സമയം വിടും. അത്ഭുതം തോന്നും ചേട്ടനെ. ഇങ്ങനെയാ കണ്ടാ, ഇതുമ്പോ നോക്കിയേ, കണ്ടാ അതൊന്നും കാണില്ല അതൊക്കെ പൊടിച്ചു കളയും. ഒറ്റടിക്ക് നമുക്ക് കണ്ടറിയാം. കമന്റ് വന്നതാണ് പേളിന്ന് പേരിടാൻ പറഞ്ഞു. പേർലി. പേളി മാണി കേക്കണ്ട പേര് പട്ടിക്കിട്ടെന്ന് പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാവും. അതിപ്പോ ചാർലി എന്നുള്ള പേര് എത്രയോ പേർക്ക് ഉണ്ടാവും. ശരിക്കും ഒറിജിനൽ ആയിട്ട് ഇപ്പൊ ചാർലി ചാപ്ലിനെ അപമാനിക്കണ പോലെയാവില്ലേ? നെയ്മർന്ന് പേരിട്ടിട്ടുള്ളതോ പട്ടിക്ക്. പിന്നെ ചേട്ടപ്പോ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന മറ്റേ പാറ്റേഴ്സൺ എന്നുള്ള പേരല്ലേ? അതന്നെ, പാട്രിക്. അപ്പൊ ആളെ അപമാനിക്കണ പോലെയാവില്ലേ? ശരിയല്ലേ? സോറി, ആ വാക്ക് ഞാൻ പിൻവലിച്ചിരിക്കുന്നു. സരിത മുരിങ്ങല നന്നാക്കി ഇത് കഴുകണം. നമ്മൾ അടുത്ത അടുപ്പിൽ തുടങ്ങണം കേട്ടോ. അപ്പോൾ നമ്മൾ ചീഞ്ചട്ടി ഇപ്പുറത്തെ അടുപ്പിൽ വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പുറത്തെ അടുപ്പത്ത് മുളക് പുറത്തെ പുളി വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പുറത്തെ ചീഞ്ചട്ടിയിൽ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. ചീഞ്ചട്ടി നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഇത്തിരി വേണമെന്നാ പറഞ്ഞേ. അതെ, മതിയില്ലേ? പാലക്കാടുകാർ അത്രയ്ക്കാണ്ട് വെളിച്ചെണ്ണയോട് ഉപയോഗിക്കും. എനിക്കറിയില്ല. ജ്യോതി ട്രഡീഷണൽ കാലം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെ ഒരു പാചകമാണിത്. കടുകല്ല ഇതിന്റെ രീതികളൊക്കെ തുടക്കത്തെ ഇതിന്റെ പുളിയുടെ അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ പോണത്. ഇതിലും വേണമെങ്കിൽ പച്ചമുളക് ഇടാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ പച്ചമുളക് എടുത്തിട്ടില്ല. കടുകിടുന്നു. അടുത്തത് 2 മണി ഉഴുന്നും പരിപ്പിട്ടു. ഒരു 2 മണിയല്ല, ഒരു ടീസ്പൂൺ അധികമുണ്ട്. പിന്നെ ഉണക്കമുളക്, വേപ്പിൻ്റെ ഇല ഇട്ടോ. ഉള്ളി പച്ചരി 1.5 ടീസ്പൂൺ പച്ചരി കഴുകി ഇട്ടിട്ടുണ്ട് കേട്ടാ. പച്ചരി കഴുകിയത് പച്ചരി അല്ലെങ്കിൽ ഉണക്കല്ലരി, എന്താ പറയാ, മട്ടരി ഇല്ലേ നമ്മള് അരി വെക്കണ, ചോറ് വെക്കണ, അത് വേണമെങ്കിൽ ഇടാം. ഇനി അരി വറവായിട്ടാ. അരി വറവായി കഴിഞ്ഞാൽ ഉള്ളി അരിഞ്ഞതാ, ചുമന്നുള്ളി. ഇനി വേണമെങ്കിൽ ഈ സമയത്ത് 4 പച്ചമുളക് അരിഞ്ഞതിടാം. നമ്മൾ ഇടില്ലേ. മുളക് വറുത്ത പുളി ഉണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റായ ഉപ്പ് ഒരു പൊട്ടും കൂടി വേണം. ഉപ്പ് വേണം, നല്ല രസമുണ്ട്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. 2-3 കല്ലുപ്പ് കൂടി ഉണ്ട് കേട്ടോ. ഇടുന്നില്ല ഒരു പൊട്ട്. നമ്മുടെ ഇത് പാടിയിട്ടാ അല്ല ഉള്ളിയൊക്കെ അടിപൊളിയായി. അപ്പം മുരിങ്ങരി ഇരുന്നിട്ട് നമ്മള് എല്ലി വെച്ച മുരിങ്ങരി ഇരുന്നു. പോഷകങ്ങളുടെ കലവറയാണ് ഈ സാധനം കേട്ടാ. അത്ര ഉപ്പ് വേണം. മുരിങ്ങരല്ല വാടി കഴിഞ്ഞ ഒരു തുണ്ടുണ്ടാവുള്ളേ. ഉപ്പിടുമ്പോ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. നമ്മുടെ ഈ മുളക് വറുത്ത പുളിയില്ലേ സൂപ്പർ സാധനമായി മാറിയിട്ടാ. ചട്ടിയിൽ വെച്ചാരുന്നതുകൊണ്ട് ഭയങ്കര പറ്റി. ഇതിന്റെ സ്വാദ് പറഞ്ഞറിയിക്കാൻ പറ്റിപ്പോ. മതി തോന്നുന്നു ചേട്ടാ. ഇനി അത് ഇറക്കി വെച്ചോ. ഇനി വറ്റേണ്ടത് ഇറക്കി വെച്ചിട്ട് മൂടി വയ്ക്കുന്നത്. 10 മിനിറ്റ് നേരം മൂടി വയ്ക്കുന്നത്. ഇറക്കി വെച്ചിട്ട് 10 മിനിറ്റ് നേരം മുളക് വറുത്തപ്പുളി മൂടി വയ്ക്കുന്നു. അതെങ്ങനെ സെറ്റായി തുടങ്ങിയിട്ട് ഇതൊന്നും ചേട്ടൻ നോക്കി നോക്കി എൻ്റെ ടേസ്റ്റ് നോക്കിയോട്ടെ. ഉപ്പിനാണോ നോക്കി. മുരിങ്ങേരല്ല കുറേ സമയം ഇടരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ല, കുറേ സമയം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പോഷകം പോവും, കയ്പ് ആവും. ഉപ്പ് ഇത്തിരി കൂടുതലാണ്. ആണോ? ഉപ്പില്ലല്ലോ. ഉപ്പുള്ള ഇളക്കിയിട്ടില്ല ശരിക്കും. അതിന് ഉപ്പുള്ള ഭാഗം കിട്ടിയത്. ഞാൻ കഴിച്ച ഉപ്പില്ല. ഈ സൈഡിൽ ഉപ്പില്ല. അപ്പൊ ഇളക്കിയിട്ടില്ല ശരിക്കും. മാർക്ക് ഞാൻ ഇളക്കാം. പിന്നെ വെച്ചിട്ട് ഉപ്പിട്ടാ. അപ്പൊ നമ്മൾ നന്നായി ഇളക്കി. ഞാൻ ഇളക്കിണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഉപ്പിന്റെ ഏരിയ കിട്ടിയത്. അത് ചേട്ടന്റെ കയ്യിൽ ഉപ്പുണ്ടാവും. വേണമെങ്കിൽ ഉപ്പ് ചേട്ടൻ എടുത്തിട്ട് അതാ ഉപ്പ് കൈമ തൊട്ടിട്ട്. കല്ലുപ്പ് വാരി എടുത്തിട്ടുണ്ടായിരുന്നു കൈ കൊണ്ട്. അതുകൊണ്ടാ. ഒരു 2-3 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇറക്കാട്ടാ.
ഐ അത് വെളിച്ചെണ്ണയിലേക്കല്ല അങ്ങനെ ഇടാ. ഞാൻ അടുപ്പിലേക്ക് പോകാൻ നോട്ടെ. അയ്യോ വീണില്ല. അതെടാ ആദ്യം തരാം. റെഡി ആയില്ലേ? എല്ലാം ഇത് മതി. ഞാൻ ഇറക്കാൻ പോവാ. മതി ഇറക്കിക്കോ. ഇത് അധികം കിടന്നാവണ്ട. ഇതാ പപ്പട കഴിഞ്ഞു. എത്ര പപ്പടം ചൂടണം? അത് മുഴുവൻ അതിലാകെ ആറണുള്ളൂ. ശരിക്കും അടുപ്പിലൊക്കെ പപ്പടം ചൂടുന്നത് കണ്ടിട്ട് കാലം കുറേ ഇട്ട ചേട്ടാ. കഞ്ഞിക്ക് ചുട്ട പപ്പടം പൊടിച്ചിട്ടിടും കഞ്ഞിക്കുള്ളപ്പോ. എന്ത് രസം. അത് ഞാൻ കണ്ടേക്കണേ ഈ കനലില്ലേ, അത് അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ കോരിടും. എന്നിട്ട് ഇങ്ങനെ കോരിയെടുക്കും. നല്ല രസമുണ്ടല്ലേ? പപ്പടം ചുടൽ കഴിഞ്ഞു കേട്ടാ. ബെസ്റ്റ് ഒരു വാഴല മുറിച്ചു. നല്ല തളിർത്ത കൂമ്പല. കുളി കഴിഞ്ഞു. ഇനി ഒന്ന് വിസ്തരിച്ചൊന്ന് ഉണ്ണണം. നമ്മുടെ ചീഞ്ചട്ടിയിലത്തെ മുരിങ്ങരത്തോരൻ, ചുട്ട പപ്പടം, മുളക് വറുത്ത പുളി. ചൂടാറിയില്ലേ? ചോറിടുന്നു. കുത്തരിച്ചോറ്. അയ്യോ ടാപ്പ് പറഞ്ഞത് തിളച്ച വെള്ളം. ചരിതവിളക്കി വിളമ്പണം ആഗ്രഹണ്ട. വെള്ളം വരുന്ന വിളമ്പ ഇതിപ്പോ നമ്മൾ കൂടുതൽ കുടിച്ചിട്ട് ചോറിനാൻ പോണത്. ഇത് നടുവിലിടണമെന്നാ പറഞ്ഞത്. ഇത് ചോറിന്റെ മുകളിലിടാ. അയ്യോ എന്നിട്ട് ചുട്ട പപ്പടം കൂട്ടിയിട്ട് അങ്ങോട്ട് ചോറ് അങ്ങോട്ട് ഒരു പിടി പിടിക്കാന്നാണ് പറഞ്ഞത്. മുളക് വറുത്ത പൊടി എടുക്കുന്നുണ്ട്. ചുട്ടതായാലും കാച്ചിയതായാലും ചേട്ടന് ഇങ്ങനെ ഒറ്റപ്പോള വരുന്ന പപ്പടാണ് ഇഷ്ടം. ജഗുനാണെങ്കിൽ പൊളക്കാത്ത പപ്പടം. ജഗോ അച്ഛൻ്റെ ഒരു ഉരുളുണ്ടാവും നമുക്ക്. ഇത് ഈ പപ്പടത്തിന്റെ ഒരു ചുട്ട പപ്പടത്തിന് ചെറുതായിട്ട് വെണ്ണൂറിന്റെ ഒരു ഇതുണ്ടാവും. എങ്ങനെയാലും വരുതായി. അതിനായി അതായത് പാടുകൾ എന്ന് പറഞ്ഞാൽ ഗ്യാസുമ്മിലാണ് ചുടുന്നത്. കനലുമ്മ ചുടില്ലേ? പണ്ട് കനലുമ്മ എല്ലാവരും ചുട്ട് തുടങ്ങും. ഈ വെണ്ണൂറിനും ആളുകൾ കാര്യമാക്കി തുടങ്ങില്ല അല്ലേ? എന്തിട്ടാണ് ഇതൊക്കെ ചൂടുണ്ട്. അല്ല മിളകും ഇതൊക്കെ മാറ്റി ചേട്ടാ. അല്ല ആ മിളകല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചേട്ടാ ഇപ്പൊ കുഴക്കണം അതിലത്തെ വേപ്പിന്റെ ഇലയും മിളക് പച്ചമുളകൊക്കെ എനിക്ക് വേണം. വേണോ? പിന്നെ ഒക്കെ കൂടി പടയ്ക്കാൻ പോവാ. പടക്കി തിരുമൂരിയാനും കൂട്ടിട്ടെ. ഫസ്റ്റ് ഉരുള ചേട്ടാ കഴിച്ചു. ഫസ്റ്റ് ഉരുള നല്ല രസം. മുരിങ്ങയില കഴിക്കട്ടെ. മുരിങ്ങയില ഇവരെ കയ്യിൽ തൊടിപ്പിക്കുന്ന വെച്ചിട്ടുണ്ട് ഞാൻ വാരി കൊടുക്കണത്. എന്താ സരിപ്പിക്കും കൊടുക്കട്ടെ. അരി വറുത്ത് കടിക്കുന്നുണ്ട്. ജഗ പറയാം എന്തൊട്ടേക്ക് വായിൽ കിട്ടിയെന്ന്. എന്തൊക്കെ ചേർന്നൊരു രസം പറയാലേ. അതിനെ പപ്പടം എടുക്കാൻ പോവാ. മുരിങ്ങയില നല്ല രസമുണ്ട് കേട്ടാ. ഈ ഉഴുന്നും പരിപ്പും അരിയും ഒക്കെ കടിക്കുമ്പോ അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണ് ഗംഭീരമായി. പണ്ടത്തെ കല്ല് റോഡ് ഉണ്ടാവില്ലേ? ബോളറിട്ടുള്ള പണ്ടത്തെ മണ്ണ് ഈ ടാറിടാത്ത റോഡ്. അതിൽ കല്ലുകൾ ഉണ്ടാവും. കല്ലിഞ്ച് അങ്ങനെ പോകുമ്പോൾ ആ കല്ലുകളില്ലേ ബോളർ ഇത്രയും പോകുന്ന കല്ലുകളില്ലേ? കല്ലിഞ്ച് റോളർ ഇങ്ങനെ പോകുമ്പോൾ അതങ്ങോട്ട് അമരില്ലേ? ഒരു ജായ സൗണ്ട് വരും. അതുപോലെ എനിക്ക് ഈ അരിമണി അടിക്കുമ്പോൾ തോന്നാം. എന്തൊരു നല്ല ഉപമ. എവിടെ നിന്ന് ഇങ്ങനത്തെ ഉപമകൾ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നേ. ഒരു ഉരുളി കഴിക്കും. അപ്പൊ അതിന് പിന്നെ ഓട നടക്കും. കല്ലിഞ്ച് ഈ റോളറിന്റെ പിന്നെ ഓട. കാരണം ഈ കല്ല് കാണാനൊരു ഭംഗി. അതൊരു പ്രത്യേക ഭംഗിയാണ് ഇത് കാണാനായിട്ട്. എന്നിട്ട് ചില സാധനങ്ങൾ ഇങ്ങനെ കാണുമ്പോ വീഡിയോസ് ഇല്ലേ യൂട്യൂബില്. ഞങ്ങളുടെ പിള്ളേരുകള് ഒക്കെ പിന്നിയോടെ ഓടും. കല്ലിഞ്ഞ് ഈ റോളറിന് പിന്നിയോടെ. അന്നൊക്കെ ഈ മണ്ണിട്ട റോഡുകളല്ലേ ഓടാവില്ല വണ്ടികള്. ഇപ്പൊ ജ്യോതി ചേച്ചി ഇത് ഗംഭീരമായി കൂട്ടാനാണ് കേട്ടാ. മുളക് വറുത്ത പുളിയും കൂടിയാകുമ്പോ പിന്നെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. മുരിങ്ങയില തന്നെ ഇട്ടിട്ട് പിന്നെ എന്താ പറയാ മുരിങ്ങയില ഇതിപ്പോ കഴിയും. മുളക് വറുത്ത പുളി നമ്മള് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. എടുക്കാൻ കിട്ടില്ല ഇതുകൊണ്ട്. മുരിങ്ങയില ഇപ്പൊ കഴിയും. എല്ലാം കഴിയും. അയ്യോ പോയി പുറത്തേക്ക് പോയി. അത്രയും ബെസ്റ്റ് കൂട്ടാൻ. മുരിങ്ങയില ഇതുപോലെ വെച്ചതും പിന്നെ പപ്പടം ചുട്ടതും കൂട്ടിയിട്ട് ചോറിനാനാണ്
ജ്യോതി ചേച്ചി പറഞ്ഞു. പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് തോന്നിയതാണ് അത് തന്നെയാകുമ്പോ ഒരു ചാറ് കൂട്ടാനും കൂടി ഉണ്ടാവുമ്പോ ഒരു ടേസ്റ്റ് ഇല്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങള് അതും കൂടി ഉണ്ടാക്കിയത്. അതും ആള് പറഞ്ഞു തന്നിട്ടുള്ളത് തന്നെയാണ് 2-3 കൊല്ലം മുന്നാന്ന് മാത്രം. അങ്ങനെ നിർത്താലേ. ജഗുന് ഇഷ്ടമായില്ലേ ഇപ്പൊ? അയ്യോ ഭയങ്കര ചൂട്. പപ്പടം നിനക്ക് ഇഷ്ടമായത്? കഴിച്ചോ, നീ അവിടെ പോയിട്ട് കഴിച്ചോ, ഞാനത് കഴിക്കാൻ അവസാനിപ്പിക്കാൻ പോവാം. അപ്പോൾ ബെസ്റ്റ് പാചകമാണ്. അപ്പോൾ ജ്യോതി ചേച്ചി ഒരു നന്ദി. ഇനി പാലക്കാടിൻ്റെ പുതിയ റെസിപ്പിയുടെ ജ്യോതി ചേച്ചി ഞങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിർത്താം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടാണ് വരെ. നന്ദി, നമസ്കാരം.